ബേസിക് മാത്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ജാമിതീയ രൂപങ്ങൾ, വിവിധ തരത്തിലുള്ള ഗണിത രൂപങ്ങളുണ്ട്. ത്രികോണം, ചതുരം, ചതുർഭുജം തുടങ്ങിയിട്ടുള്ള രൂപങ്ങളെയാണ് സാധാരണ ജോമെട്രിയിൽ നാം പറയാറുള്ളത്. ജോമെട്രി എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കാണ്. ജിയോമെട്രി, ഭൂമിയുടെ അളവ് എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ് ആ വാക്ക് വരുന്നത്. അപ്പോൾ വിവിധ തരത്തിലുള്ള ഷേപ്പുകളാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത്. ത്രികോണം, ചതുരം, ചതുർഭുജം ഒക്കെ അതിനകത്ത് വരുന്നത്. അവയുടെ അളവുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവ്, പരപ്പളവ് തുടങ്ങിയ അളവുകളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ശാഖയാണ് ഈ ജോമെട്രി എന്ന് പറയുന്നത്. പ്രധാനമായും അളവ് ശാസ്ത്രമാണ് അതിൽ വരുന്നത്. അളവ് ശാസ്ത്രത്തിൽ മെൻസുറേഷൻ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ ഒരു രൂപം തന്നു കഴിഞ്ഞാൽ ആ രൂപത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അളവുകൾ, അതിലൊന്ന് അതിൻ്റെ ചുറ്റളവാണ്. ചുറ്റളവിന് പെരിമീറ്റർ എന്ന് പറയും. രണ്ട് അതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറയും. അതിന് ഏരിയ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ പറയും. ഇത് പരപ്പളവിന് വിസ്തീർണം എന്നും പറയും. വിസ്തീർണം എന്ന് മലയാളത്തിൽ പറയും. പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം, ഏരിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ത്രികോണം നമുക്ക് ത്രികോണമാണ് ഏറ്റവും ചെറിയ സംവൃത രൂപം. ഒരു മൂന്ന് വശം, രണ്ട് വശം മാത്രമായാലും അത് ഒരു ആംഗിൾ മാത്രമേ ആവുള്ളൂ. അത് ക്ലോസ്ഡ് അല്ല. ക്ലോസ്ഡ് ആകണമെങ്കിൽ ഒരു ട്രയാങ്കിൾ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ചുറ്റളവും പരപ്പളവും കാണണം. ഏത് രൂപം എടുത്താലും, ചതുരം എടുത്താൽ ചതുരത്തിൻ്റെ ചുറ്റളവ്, പരപ്പളവ്, അങ്ങനെ ഏത് ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റളവും പരപ്പളവുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇപ്പോൾ ത്രികോണത്തിൻ്റെ ചുറ്റളവ് കാണണമെങ്കിൽ മൂന്ന് വശം തന്നിരിക്കണം. മൂന്ന് വശം, ഉദാഹരണത്തിന് ഇത് 10, ഇത് 12, ഇത് 13 ഒക്കെ ആണെങ്കിൽ 10, 12, 22, 22, 13, 35 ഇതിൻ്റെ ചുറ്റളവ്. ഈ ചുറ്റളവ് എപ്പോഴും ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത്, ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരാൾ ഇതിലോട്ട് നടന്ന് തിരിച്ച് ഇവിടെ എത്തുന്ന ദൂരത്തെയാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ചുറ്റളവ് എപ്പോഴും ഒന്നുകിൽ അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ മീറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ കിലോമീറ്റർ, അങ്ങനെയുള്ള മെഷേഴ്സ്, അങ്ങനെയുള്ള യൂണിറ്റുകളാണ് എപ്പോഴും ചുറ്റളവിന് വരിക. ഇനി പരപ്പളവ് കാണണമെങ്കിൽ അതിൻ്റെ അളവുകൾ നമുക്ക് തന്നിരിക്കണം. പരപ്പളവിൻ്റെ സൂത്രവാക്യം ത്രികോണത്തിൻ്റെ അളവുകൾ തരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറും. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ത്രികോണത്തിൻ്റെ ഈ അടിയിലത്തെ വശത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്ററും, അടിയിലത്തെ വശത്തിന് സാധാരണ ബേസ് എന്നാണ് പറയുക. ഈ വശത്തിന് ഇത് തിരിച്ചു വെച്ചാലും ഇത് ബേസ് തന്നെ. ഈ തന്ന വശത്തിന്, അടിയിലത്തെ ഒരു വശത്തിനെ ബേസ് എന്ന് പറയും. ഈ ബേസിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ വർട്ടെക്സ്, ഈ ശീർഷത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂലയിൽ നിന്ന് കുത്തനെ വരയ്ക്കുന്ന, ലംബമായിട്ട് വരയ്ക്കുന്ന, 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ഈ വരക്ക് ഹൈറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഹൈറ്റ് 6 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ കാണാൻ ഏരിയ = ½ BH എന്നുള്ള സൂത്രവാക്യമാണ് ഇവിടെ ഉപയോഗിക്കുക. ½ BH. ഇപ്പോൾ 1/2 × 10 × 6, 10 6 കൂടി 60, 60ൻ്റെ പകുതി 30. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഏരിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഇവിടെ പെരിമീറ്റർ ഇങ്ങനെ ചുറ്റുള്ള അളവാണെന്ന് പറഞ്ഞ പോലെ, ഏരിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു സ്ക്വയർ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള സ്ഥലത്തിനെയാണ് 1 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള എത്ര സ്ക്വയർ സെൻറ്റിമീറ്റർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 30 ഇതേപോലത്തെ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇതിനകത്ത് കൊള്ളിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇതിൻ്റെ ഏരിയ ഉള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം ½ BH എന്നുള്ളത് ഈ കേസിൽ നമുക്ക് ഉപയോഗിക്കാം. ഈ അളവ് തന്നാൽ, അതിൻ്റെ ബേസും ഹൈറ്റും തന്നാൽ ½ BH എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കാം. അപ്പോൾ ഏരിയ കാണാനുള്ള ഒരു സൂത്രവാക്യം, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഒരു സൂത്രവാക്യമാണ് ½ BH. 1/2 × BH. 1/2 × BH മീൻസ് 1/2 × ബേസ് × ഹൈറ്റ്. ഇനി ത്രികോണത്തിൻ്റെ മറ്റ് ചില അളവാ തരുന്നത്. ഇപ്പോൾ 3 വശങ്ങൾ തരുന്നത്. ഇപ്പോൾ ഒരു വശം 13 തരുന്നത്, മറ്റേ വശം 14 തരുന്നത്, ഈ വശം 15 തരുന്നത് കരുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് തരുന്നില്ല എന്നിരിക്കും. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം മാറി. അപ്പോൾ അവിടെ ഹെറോൺ എന്ന് പറയുന്ന ഒരു ഗണിതശാസ്ത്രത്തിൻ്റെ സൂത്രവാക്യമാണ് ഉപയോഗിക്കുക. പരപ്പളവ് ഏരിയ = ചുറ്റളവ് ഏരിയ = S × S - A × S - B × S - C. ഇവിടെ എസ് എന്ന് പറയുന്നത് ചുറ്റളവിൻ്റെ പകുതിയാണ്. എയും ബിയും സിയും കൂടി കൂട്ടിയതിൻ്റെ പകുതിനെയാണ് എസ് എന്ന് പറയുക. അപ്പോൾ 13 കൂട്ടണം 14 കൂട്ടണം 15, അതിൻ്റെ പകുതി, ചുറ്റളവിൻ്റെ പകുതി. അപ്പോൾ 13, 14, 27, 15, 42, 42/2 = 21 കിട്ടും. ഇതാണ് ചുറ്റളവിൻ്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. അപ്പോൾ √21, എസ് എന്ന് പറഞ്ഞാൽ 21, × S - A
നമുക്ക് ഇത് എ ആയിട്ട് എടുക്കുക, ഇത് ബി ആയിട്ട് എടുക്കുക, ഇത് സി ആയിട്ട് എടുക്കുക. അപ്പോൾ എസ് മൈനസ് 21 മൈനസ് 18 അത് 21 മൈനസ് 13 സമം 8. എസ് മൈനസ് ബി 21 മൈനസ് 14 സമം 7. എസ് മൈനസ് സി 21 മൈനസ് 15 സമം 6. ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഗുണിച്ചിട്ട് റൂട്ട് കണ്ടാൽ അതിൻ്റെ ഉത്തരം കിട്ടും. നമുക്ക് തൽക്കാലം ഗുണിച്ചിട്ട് റൂട്ട് കാണുന്നതിന് ചില സൂത്രങ്ങൾ ഉപയോഗിക്കാം. 21 7 ഗുണിക്കണം 3 എന്ന് എഴുതി, 8 4 ഗുണിക്കണം 2 എന്ന് എഴുതി, ഈ 7 7 തന്നെ എഴുതി, 6 3 ഗുണിക്കണം 2 എന്ന് എഴുതി. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ റൂട്ടിനുള്ളിൽ 7 2 പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ റൂട്ട് ഒരു 7ആയി. ഇവിടെ 3 2 പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ റൂട്ട് ഒരു 3ആയി. ഇവിടെ 4ൻ്റെ റൂട്ട് നേരിട്ട് 2 എന്ന് എഴുതി, 2 2 പ്രാവശ്യം വന്നപ്പോൾ ഒരു 2 എന്ന് എഴുതി. അപ്പോൾ എല്ലാം ആയി. 7 ഇതിൻ്റെ 2 വന്നുകൊണ്ട് 1 ഈ 2 2 വന്നപ്പോൾ എല്ലാ സംഖ്യകളുടെ റൂട്ട് ഇവിടെ വന്നു. അപ്പോൾ 7 3 21 2 42 42 × 2 84 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ പരപ്പളവ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 വശങ്ങളിലെ നീളങ്ങൾ വന്നു കഴിഞ്ഞാൽ പരപ്പളവ് കാണാൻ വേണ്ടി ഹെറോയുടെ സൂത്രവാക്യമാണ് ഉപയോഗിക്കുക. ആ സൂത്രവാക്യം A = S × S - A × S - B × S - C ആണ്. അപ്പോൾ 2 സൂത്രവാക്യം ഇവിടെ നമ്മൾ പഠിച്ചു. ഒന്ന് A = അര BH, 2 A = S × S - A × S - B × S - C. ഇവിടെ S എന്ന് പറയുന്നത് ചുറ്റളവിൻ്റെ പകുതിയാണെന്നുള്ളത് ഓർമ്മിക്കുക. ഇനി മറ്റൊരു സന്ദർഭമാണ് ഒരു സമഭുജ ത്രികോണം തരിക. സമഭുജ ത്രികോണം തന്നു കഴിഞ്ഞാൽ സമഭുജ ത്രികോണത്തിന് 3 വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഇത് 10 ആണ്, ഇതും 10 ആണ്, ഇതും 10 ആണ്. അപ്പോൾ ചുറ്റളവ് 30 വരിക. നമുക്ക് നേരത്തെ പറഞ്ഞ ഈ സൂത്രവാക്യം ഉപയോഗിച്ചിട്ട് ഇത് കാണാം. ഈ സൂത്രവാക്യം ഉപയോഗിക്കുമ്പോൾ അത് ഒന്നുകൂടി നമുക്ക് ലഘൂകരിച്ചിട്ട് കിട്ടും. അപ്പോൾ അവിടെ A = √3/4 A² എന്നുള്ള സൂത്രവാക്യമാക്കിയിട്ട് ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ സമഭുജ ത്രികോണമാണെങ്കിൽ, സമഭുജ ത്രികോണത്തിന് മാത്രമുള്ള കേസാണ് A = √3/4 × A². അപ്പോൾ √3/4 ഗുണിക്കണം A² എന്ന് പറഞ്ഞാൽ 10 സ്ക്വയറായി. ഇപ്പോൾ √3 ഗുണിക്കണം 100/4ആയി. അപ്പോൾ ഇത് ലഘൂകരിച്ചാൽ 25. 4 100 25 √3 എഴുതാം. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വില കാണണമെങ്കിൽ √3ൻ്റെ ഏകദേശ വിലയായിട്ടുള്ള 1.73 കൂടി ഇട്ടിട്ട് 25 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ ഏകദേശ വില നമുക്ക് കിട്ടും. അപ്പോൾ ഈ 3 സൂത്രവാക്യമാണ് ത്രികോണത്തിൻ്റെ പരപ്പളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇതിന് പുറമേയുള്ള സൂത്രവാക്യങ്ങൾ ത്രികോണമിതിയായിട്ട് ബന്ധപ്പെട്ട സൈന് കോസൊക്കെ ഉപയോഗിച്ചിട്ട് ഉയർന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള സൂത്രവാക്യം എന്ത് എന്ന് ചോദിച്ചാൽ ഉടനടി നമ്മൾ A = അര BH എന്ന് പറയാം. അങ്ങനെയല്ല പറയേണ്ടത്. ശരിക്കും ഏത് അളവുകളാണ് തന്നിട്ടുള്ളത് ആ തന്ന അളവിന് അനുസരിച്ചിട്ടുള്ള സൂത്രവാക്യമാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ A = അര BH പറയാം. ബേസും ഹൈറ്റും തന്നാലേ അത് പറയാം. 3 വശങ്ങൾ തന്നാൽ ഇതാണ് പറയേണ്ടത്. S × S - A × S - B × S - C ആണ് പറയേണ്ടത്. അതിൽ S എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ചുറ്റളവിൻ്റെ പകുതിയാണ്. സമഭുജ ത്രികോണമാണെങ്കിൽ √3/4 A² എന്നുള്ള സൂത്രവാക്യം ഉപയോഗിക്കണം. ഇതാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള മാർഗ്ഗങ്ങൾ. ഇനി മറ്റ് പരപ്പളവുകൾ ചതുരം, ചതുർഭുജത്തിൻ്റെയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.